ശ്രീ മനു തോമസ്, എന്തുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ പി ജയരാജനും അങ്ങുമായി ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്വാദമുണ്ടായപ്പോൾ അങ്ങേക്കെതിരെ ഭീഷണിയുമായി ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ എത്തിയത്? അതിൽ അങ്ങേക്ക് അത്ഭുതമില്ല എന്ന് അങ്ങ് കുറിച്ചു കണ്ടു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അദ്ദേഹം ഇട്ടത് ഈ പറഞ്ഞ ആളുകൾക്ക് ആഘോഷമാക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് അവർ ആഘോഷമാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങ് പാർട്ടിയിൽ നിന്ന് ഏതാണ്ട് 10-15 മാസം മുൻപ് പുറത്തുപോയ ഒരാളാണ്. ഇത്രയും കാലം മിണ്ടിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്നത് ആരുടെയെങ്കിലും രാഷ്ട്രീയ ചട്ടുകമായി ഇടത് വിരുദ്ധ പ്രചാരവേല നടത്തുന്ന ഒരാളായി മാറി എന്നുള്ളതാണോ ഇപ്പോഴത്തെ പ്രതിരോധം? ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട്, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുമൊക്കെയാണല്ലോ മാധ്യമങ്ങൾ നൽകുന്നത്. പക്ഷേ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അങ്ങ് ആരെക്കുറിച്ചാണോ പറയുന്നത് അവരാണിത് പറയുന്നത്. വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരം ഒരു വിപ്ലവകാരി ഇത്തിരി ഗതിമാറിയപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരം എന്ന രീതിക്കാണ് ഞങ്ങൾ പോലും വിചാരണ ചെയ്യപ്പെടുന്നത്. അത് ഞാൻ ഈ കാര്യം ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. ഞാനിത് ഒരു നിശബ്ദമായി പാർട്ടിയിൽ നിന്നും മെമ്പർഷിപ്പ് പുതുക്കാതെ പുറത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച ഒരാളാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്റെ ഭാഗം വിശദീകരിക്കേണ്ട ഒരു ഭാഗം ഉണ്ടായെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ്. അത് തീരുമാനം സ്വാഭാവികമായ ഒരു സംഘടനാ തീരുമാനം. ആ തീരുമാനം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മിനിറ്റ്സിനകത്തു നിന്നും തോർത്തി ഒരു മാധ്യമത്തിന് കൊടുക്കുകയും തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ അതിനോട് ഒരു പ്രതികരണം നടത്താൻ തയ്യാറായത്. കാരണം ഞാൻ കഴിഞ്ഞ 10-13 മാസക്കാലമായി ഒരു കാര്യവും ഞാൻ പറയാൻ തയ്യാറായിട്ട് സ്വാഭാവികമായി പുറത്തേക്ക് ആണ്. എനിക്ക് അങ്ങനെ ചട്ടുകമൊക്കെ ആകണമെങ്കിൽ ഏറ്റവും നല്ല അവസരം ഇപ്പോ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന ഒരു കാലമാണ്. എനിക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ട ആ ഒരാളാണ് എങ്കിൽ എനിക്ക് അതൊക്കെ ഉപയോഗിക്കാൻ നല്ലതുപോലെ പറ്റുമായിരുന്നു. ഞാൻ അതല്ല ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. ശ്രീ മനു തോമസ്, ഇപ്പോ ജെയിൻ അങ്ങേക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പി ജയരാജനെതിരെയും ജെയിനെതിരെയും നടത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ നിരുപാധികം മാപ്പ് പറയുക അല്ലെങ്കിൽ 50 ലക്ഷം രൂപ നൽകുക എന്നുള്ളതാണ് ആ വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് അങ്ങയുടെ മറുപടി? അല്ല, അവരൊക്കെ ഈ നിയമ സംവിധാനത്തിന് വിധേയപ്പെടുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവരൊക്കെ ഇത് അവസാനിപ്പിക്കാനും ഒക്കെ അധിക സമയം വേണ്ടെന്ന് പറഞ്ഞവരാണല്ലോ. അത് മാറി അത് ആ അഭിപ്രായത്തിൽ നിന്ന് മാറിയോ ഇനി നിയമത്തിന്റെ വഴിക്ക് ആണോ കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ് ഇപ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും ഞാനേതായാലും നിയമത്തെ അംഗീകരിക്കുന്ന ആളാണ്. ഞാൻ നിയമം പഠിച്ച ആളാണ്, നിയമത്തെ അംഗീകരിക്കുന്ന ആളാണ്. എനിക്ക് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. ശ്രീ മനു തോമസ്, ഈ അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട എന്ന് പറഞ്ഞത് ജെയിൻ അല്ല, അത് ആകാശ് തില്ലങ്കേരിയാണ്. രണ്ടുപേരുടെയും ശബ്ദം ഒന്ന് തന്നെയാണ് എന്നാണോ അങ്ങ് പറയുന്നത്? അതെല്ലാം ഒന്ന് തന്നെ, ഒറ്റ കോളാമ്പി. അത് ആരുടെ താല്പര്യമാണ്? അല്ല, അത് ആരുടെ താല്പര്യമാണെന്ന് വെച്ചാൽ അതാണല്ലോ, നമ്മള് പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു ഉന്നത നേതാവും പാർട്ടിയിൽ നിന്ന് ചില കാര്യങ്ങൾ കൊണ്ട് സ്വാഭാവികമായി പുറത്തേക്ക് ഒഴിഞ്ഞുപോയ ഒരു നിശബ്ദനായി നിന്ന ആൾ തമ്മിൽ പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു സംവാദത്തിന് ക്ഷണിച്ചപ്പം ഇവരാണല്ലോ കൊലവിളിയായിട്ട് വന്നത്. അപ്പൊ പിന്നെ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് അറിയാലോ. ശ്രീ മനു തോമസ്, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും പറയുമ്പോൾ ഞങ്ങളുടെ ഇരുമ്പു മറയ്ക്കുള്ളിൽ നിന്ന് നിങ്ങൾക്കറിയാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് പാർട്ടിക്കെതിരെ വേണ്ടി മാത്രം പറയുന്നതാണ്, ചമച്ചുണ്ടാക്കുന്നതാണ്, അങ്ങനെ പലതും നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം കൊണ്ടാണ് എപ്പോഴും അതിനെ പ്രതിരോധിക്കാറ്. അങ്ങ് അതിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ്, അങ്ങ് അതിന്റെ ഭാഗമായിരുന്നവരാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ കൊട്ടേഷൻ ഗുണ്ട ലഹരി സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രചാരണങ്ങൾ നടത്തിയപ്പോൾ അതിന് നേതൃത്വം വഹിച്ച ഒരാളാണ്. അങ്ങ് ഇത് പുറത്തു വന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഡാമേജ് അത് വലുതാണ്. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ നിൽക്കേണ്ടി വരുന്നത് ഈ 2 ദിവസമായിട്ടും. ആ ഡാമേജ് ഉണ്ടാകുമ്പോൾ അതിനുണ്ടാകുന്ന പ്രതികാര നടപടി എന്തായിരിക്കും, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നതിനെ പറ്റി അങ്ങ് നല്ല ബോധവാനാണോ? അല്ല, അതിന്റെ പ്രതികരണങ്ങളൊക്കെ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ഏറ്റുവാങ്ങിയ ആളാണ്. നമ്മൾ ക്യാമ്പയിൻ നടത്തിയിട്ട് പോകുമ്പം കൂത്തുപറമ്പ്
നമുക്ക് കിട്ടിയ സ്വീകരണം വലിയൊരു അനുഭവമാണ്. നമ്മുടെ സംഘടനാ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. അതുകൊണ്ട് അതിനപ്പുറത്ത് വേറെ ഈ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ മനു തോമസ്, അങ്ങനെ പുറത്തുപോയ ഒരാളുടെ പേരങ്ങേക്ക് ഓർമ്മയുണ്ടാകും. അത് TP എന്നാണ്. TPക്കെതിരെ സംഭവിച്ചത് ഒക്കെ ഒരു വൈകൃതമാണെന്ന് അങ്ങ് കുറിക്കുമ്പോൾ അങ്ങ് ആ പട്ടികയിൽ ചേർക്കപ്പെടും. അല്ല, അത് പട്ടികയൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അവര് യുക്തിക്കനുസരിച്ച് ചെയ്യട്ടെ. ഞാനിപ്പോ ഏതായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും നിലപാടിനനുസരിച്ച് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പം ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടിയോ ഒന്നല്ല പറഞ്ഞു. ഞാൻ ഉള്ളിൽ നിന്ന് പറഞ്ഞ കാര്യം അത് തന്നെയാണ് പുറത്തുനിന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉള്ളിൽ നിന്ന് പറഞ്ഞ് അതിന്റെ തിരുത്തുന്നതിന് അതിന് പരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കി നിശബ്ദമായി അങ്ങ് പോയതാണ്. കാരണം ഇപ്പം പക്ഷെ അവിടുന്ന് ഈ പറഞ്ഞ തെറ്റായി വീണ്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുമായി എന്നെ കുത്തിവലിക്കാൻ വന്നപ്പോൾ മാത്രമാണ് ഞാനിതിനെ വീണ്ടും പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ശരി, ശ്രീ മനു തോമസ്, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ P. ജയരാജനെതിരെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവെന്ന് പ്രതിപക്ഷം വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുന്നതാണ്. അദ്ദേഹം നിരവധി കേസുകളിൽ അദ്ദേഹത്തിന് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പലതുണ്ട്. പക്ഷെ ഒരു സാമ്പത്തിക ആരോപണം അങ്ങയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അത് P. ജയരാജനോ കുടുംബമോ ഇതുവരെ കേൾക്കാത്ത ഒന്നാണ്. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ആണെങ്കിലും ജെയിൻ മുന്നോട്ട് വെച്ച ജീവിതം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ മകൻ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ ഉദാഹരണമാണ് എന്നതുപോലും വലിയ പ്രചാരണമായിരുന്നു. ആരാ പ്രചരിപ്പിച്ചത്? മാധ്യമങ്ങളല്ലല്ലോ, സൈബർ പ്രചരണമല്ലേ? അതെ, സൈബർ പ്രചരണം. അതിനുവേണ്ടി ഒരു നെറ്റ്വർക്ക് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രചരണം അത് ഈ PR വർക്ക് നടത്താൻ കഴിയുന്നോണ്ടല്ലേ അത്. അതിന്റെ ഭാഗമായി മാത്രമാണ്. അതായത് മനു തോമസിന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ അങ്ങനെ വളരെ ലളിതമായി ജീവിക്കുന്ന സാമ്പത്തിക താല്പര്യം ഇല്ലാത്തവരല്ല എന്നാണോ? മനസ്സിലായില്ല, എങ്ങനെയാണ്? സാമ്പത്തിക താല്പര്യം ഇല്ലാത്തവരല്ല ജെയിനും P. ജയരാജനും ഒക്കെ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകൾ എന്നാണോ? ഈ പറഞ്ഞ ആളുകളോടൊക്കെ ബന്ധപ്പെടുന്നതിന്റെ ഭാഗം എന്താ? പിന്നെ അവരോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താ? അതായത് ഈ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുമായി ഉള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനം സാമ്പത്തിക താല്പര്യമാണ് എന്നാണോ? എല്ലാ താല്പര്യവും ഉണ്ടാവും. ഏതെങ്കിലും ഒരു താല്പര്യം മാത്രമല്ല, പല താല്പര്യവും ഉണ്ടാവും. ഇപ്പോ ഇടയ്ക്ക് ആകാശ് തില്ലങ്കേരിയും ഒക്കെ പാർട്ടിയുമായി നേരിട്ട് നിന്ന് വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ശ്രീ മനു തോമസ്. അതിനപ്പുറത്ത് നിന്ന് പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ വേറെ സമയം വേണ്ട എന്ന പാർട്ടി വക്താക്കളായി മാറുന്ന സാഹചര്യം പെട്ടെന്ന് ഉരുത്തിരിഞ്ഞത് എങ്ങനെയെന്നാണ് അങ്ങ് കരുതുന്നത്? അതെ, അതാണ് പറഞ്ഞത്. അതെ, അദ്ദേഹം ഈ എന്റെ വിപ്ലവ പാരമ്പര്യത്തെ സംബന്ധിച്ചും വിപ്ലവ ബോധത്തെ സംബന്ധിച്ചുള്ള അളവ് ആണല്ലോ അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, ഇയാളിപ്പം പാർട്ടി വിരുദ്ധനായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്തോ വേണ്ട വിരുദ്ധനെന്നുള്ള ആഹ്വാനമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൊടുത്തത്. അതാണ് അവരെ ഏറ്റെടുത്തത്. അപ്പം എന്ന് വെച്ചാൽ ഇവര് ഏത് പാർട്ടിയാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉദ്ദേശിച്ചത് പാർട്ടി എന്നുള്ളത് CPM പാർട്ടിയാണെങ്കിൽ അതിന് ഈ ചോദ്യം നിങ്ങൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടോ ചോദിക്കാം. സെക്രട്ടറി സ്ഥാനത്ത് ആളുകൾ ഇരിക്കുന്നവരാണല്ലോ അഭിപ്രായം പറയേണ്ടത്. ഇനി ഫേസ്ബുക്കിനകത്ത് വിപ്ലവ സാഹിത്യം എഴുതുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഔദ്യോഗികമായ പാർട്ടി ഘടകത്തിന്റെ സെക്രട്ടറിമാരോ അങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ അവർ പറയും, ഇങ്ങനെ ആരെങ്കിലും ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ, പെട്ടെന്ന് സമയത്ത് തന്നെ തീർക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അവർ പറയേണ്ടി വരും. അതാകുമ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ച് ക്ലിയർ വരുത്തുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ മനു തോമസ് സംസാരിച്ചതിന്.